ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 3 നോക്കാം. ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദ അംബ്രല്ല. ചെറിയ കുട്ടിയും കുടയും. എ ഗേൾ ഇൻ ദ റെയിൻ. മഴയത്ത് നിൽക്കുന്ന പെൺകുട്ടി. നൗ ലെറ്റ്സ് റീഡ് ദ ഓപ്പണിംഗ് ചാപ്റ്റർ ഓഫ് ദ ഫേമസ് നോവൽ ഒരു കുടയും കുഞ്ഞു പെങ്ങളും ബൈ മുട്ടത്ത് വർക്കി ആൻഡ് സീ ഇഫ് ദ റൈറ്റ്സ് ഓഫ് ദ ലിറ്റിൽ ഗേൾ ആൻഡ് ഹർ ബ്രദർ വെയർ വയലേറ്റഡ് ഓർ നോട്ട്. ഈ കഥ എടുത്തിരിക്കുന്നത് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കാം. ആ കൊച്ചു പെൺകുട്ടിയുടെയും അവളുടെ ബ്രദറിൻ്റെയും അവളുടെ സഹോദരൻ്റെയും അവകാശങ്ങൾ വല്ലതും ഹനിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ദ സ്കൈ വാസ് ക്ലൗഡി. എ കോൾഡ് ബ്രീസ് വാസ് ബ്ലോയിങ് ലാംഗ്വിഡ്ലി. The trees on both sides of the country road were swaying gently in the wind. ആകാശം മേഘാവൃതമായിരുന്നു. ഒരു ചെറിയ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. വഴിയരികിലെ രണ്ട് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ ചെറുതായിട്ട് ആ കാറ്റത്തൊന്ന് ആടുന്നുണ്ടായിരുന്നു. ലിലി, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. യു ഗോ വിത്ത് ഗ്രേസി. ബേബി സെഡ് pointing to the girl from the പൂമംഗലം family, their rich neighbors. ലില്ലിയും ബേബിയും സഹോദരങ്ങളാണ്. ബേബി ലില്ലിയുടെ സഹോദരനാണ്. അപ്പോൾ ആ മഴ പെയ്യാൻ തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്കും ബേബി പറഞ്ഞു, നമ്മുടെ അയൽവക്കത്തുള്ള ഗ്രേസി നിൽക്കുന്നു, നീ അവളുടെ കൂടെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഗ്രേസി അവരുടെ അയൽവക്കത്ത് താമസിക്കും സമ്പന്നരായ ഒരു വീട്ടിലെ കുട്ടിയാണ് ഗ്രേസി. പൂമംഗലം എന്നാണ് ഗ്രേസിയുടെ വീടിൻ്റെ പേര്. വാട്ട് അബൌട്ട് യു? ലില്ലി ആസ്റ്റ്. അപ്പോൾ ലില്ലി ചോദിച്ചപ്പോൾ നീയോ? ഐ വിൽ റൺ. ബേബി സ്റ്റാർട്ടഡ് റണ്ണിങ്. ബേബി പറഞ്ഞു, അത് പ്രശ്നമില്ല, ഞാൻ ഓടിക്കൊള്ളാം. ദ റെയിൻ ഡ്രോപ്സ് സ്റ്റാർട്ടഡ് ഫാളിങ്. 1, 2, 4. ദ റെയിൻ ക്വിക്കൻഡ്. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. 1 തുള്ളി വീണു, 2 തുള്ളി വീണു, 4 തുള്ളി വീണു. അങ്ങനെ മഴ ശക്തി പ്രാപിച്ചു. ദ റെയിൻ. ലില്ലി ഓൾസോ റാൻ ഹോൾഡിങ് ഹർ സ്ലേറ്റ് ആൻഡ് ബുക്സ് എഗെയിൻസ്റ്റ് ഹർ ചെസ്റ്റ്. ലില്ലിയും ഓടാൻ തുടങ്ങി. അവളുടെ സ്ലേറ്റും പുസ്തകങ്ങളും ഒക്കെ അവളുടെ നെഞ്ചോട് അടുക്കി പിടിച്ച് അവൾ ഓടാൻ തുടങ്ങി. ഷീ ഫെൽറ്റ് ദ റെയിൻ ലാഷിങ് ഹർ ഫേസ്. അവൾക്ക് ആ മഴ ഇങ്ങനെ അവളുടെ മുഖത്തടിക്കുന്നത് നന്നായി അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഷീ പ്ലേസ് ദ സ്ലേറ്റ് ഓവർ ഹർ ബുക്ക്. അവളുടെ ബുക്കിന് മുകളിലേക്കായിട്ട് അവൾ സ്ലേറ്റ് ഇങ്ങനെ കയറ്റി വെച്ചു. ഈവൻ ഇഫ് ദ റെയിൻ ഡ്രോപ്സ് ഫെൽ ഓൺ ദ സ്ലേറ്റ് നത്തിങ് വുഡ് ഹാപ്പൻ. ഇറ്റ് വുഡ് നോട്ട് ഗെറ്റ് സ്പോയിൽഡ്. എന്തിനാ അങ്ങനെ സ്ലേറ്റ് എടുത്ത് ബുക്കിൻ്റെ മണ്ടയ്ക്ക് വെച്ചത്? മഴ പെയ്താലും സ്ലേറ്റല്ലേ നനയോ, ബുക്ക് നനയില്ല. സ്ലേറ്റ് നനഞ്ഞാലും കുഴപ്പമില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് അവൾ. ഗ്രേസി, ക്യാൻ ഐ ടു? ലില്ലി begged and tried to get in under ഗ്രേസീസ് അംബ്രല്ല. ഗ്രേസിക്ക് ഒരു കുടയുണ്ടായിരുന്നു. ലില്ലി ഇങ്ങനെ ഓടി ചെന്നിട്ട് ഗ്രേസിയോട് പറഞ്ഞു, നീ എന്നെയും കൂടെ കയറ്റുമോ, നീ കുടയ്ക്കുള്ളിലേക്ക് എന്നെ കൂടെ കയറ്റുമോ എന്ന്. ബട്ട് ഗ്രേസി മൂവ്ഡ് അവേ ഫ്രം ലില്ലി. പക്ഷേ ഗ്രേസി കയറ്റിയില്ല. ഗ്രേസി അവിടുന്ന് മാറി. Gracie's neat clothes were made of fine silk, but Lily was clad in quite old and torn clothes. ഗ്രേസിയുടെ വളരെ ഭംഗിയായി തേച്ച് മിനുക്കിയ നല്ല സിൽക്കിലുള്ള വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. പക്ഷേ ലില്ലിയുടെയോ കീറി തുടങ്ങിയ പിഞ്ചിയ വസ്ത്രങ്ങളാണ് ലില്ലി ധരിച്ചിരുന്നത്. ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദ അംബ്രല്ല. ഗ്രേസി പ്ലീസ്. ലില്ലി ബെഗ്ഡ് അഗെയിൻ. ഗ്രേസി പ്ലീസ്, എന്നെയും കൂടെ ഒന്ന് കയറ്റുമോ എന്ന് ലില്ലി ഗ്രേസിയോട് യാചിച്ചു. Go away, girl. I won't let you under my umbrella, Gracie said stubbornly. അപ്പോൾ പറഞ്ഞു, പോ പെണ്ണേ, ഞാനും കേട്ടില്ല നിന്നെ എൻ്റെ കൊടക്കീഴിൽ. ലില്ലി could not control her tears. She wept bitterly. അപ്പോൾ ലില്ലിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ലില്ലി ഓടിച്ചു വിട്ടില്ലേ, അപ്പോൾ ലില്ലി കരയാൻ തുടങ്ങി. The rain also was quite cruel to her. It came down heavily on her. മഴയും അവളോട് വളരെ ക്രൂരമായി തന്നെയാണ് പെരുമാറിയത്. മഴയപ്പോൾ വളരെ ശക്തിയായിട്ട് പെയ്തു. അവളാകെ നനഞ്ഞു കുളിച്ചു. ലില്ലി റാൻ ഓൺ ആൻഡ് ഓൺ thoroughly wet. ലില്ലി മുഴുവനും നനഞ്ഞിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഹെവി ഡ്രോപ്സ് ഓഫ് റെയിൻ ഫെൽ ഓൺ എ ഫേസ് ലൈക്ക് പെബിൾസ് ഫാളിങ് ഫ്രം ദ സ്കൈ. അവളുടെ മുഖത്ത് വളരെ വലിയ മഴത്തുള്ളികൾ വന്ന് വീഴുമ്പോൾ ആകാശത്തുനിന്ന് ചെറിയ കല്ലുകൾ വന്ന് വീഴുന്ന പോലെ അവൾക്ക് വേദനിച്ചുകൊണ്ടിരുന്നു. മഡി വാട്ടർ റാൻ അഗെയിൻസ്റ്റ് എ ലിറ്റിൽ ഫീറ്റ്. താഴെ കൂടെ ഓടുമ്പോൾ ആ ചെളിവെള്ളമൊക്കെ അവളുടെ കാലിലോട്ട് അടിച്ച് കയറുന്നുണ്ടായിരുന്നു. ടിയേഴ്സ് ഓഫ് റെയിൻ. മഴയുടെ കണ്ണുനീര്. ലില്ലി ടുക്ക് ഷെൽട്ടർ ഇൻ ദ വരാന്ത ഓഫ് എ സ്മോൾ ഷോപ്പ് ഓൺ ദ കൺട്രി റോഡ്. ആ വഴിയിൽ തന്നെയുള്ള ഒരു ചെറിയ കടയുടെ വരാന്തയിലേക്ക് ലില്ലി കയറി നിന്നു. ഹർ ക്ലോത്ത്സ് ആൻഡ് ബുക്സ് വെർ വെറ്റ്. അവളുടെ ഉടുപ്പും പുസ്തകങ്ങളും ഒക്കെ നനഞ്ഞിരുന്നു.
വാട്ട് റിയലി അപ്സെറ്റ് ഹർ വാസ് ഹർ ബുക്സ് ഗെറ്റിംഗ് വെറ്റ്. അവളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അവളുടെ പുസ്തകങ്ങളൊക്കെ നനഞ്ഞു എന്നുള്ളതായിരുന്നു. സ്റ്റാൻഡിങ് ഇൻ എ കോർണർ ഓഫ് വരാന്ത ഷീ സ്റ്റാർട്ടഡ് സോബിങ്. ആ വരാന്തയുടെ ഒരു കോർണറിൽ മാറി നിന്നിട്ട് അവൾ കരയാൻ തുടങ്ങി. ഷീ സോ ഗ്രേസി പാസിങ് ബൈ വിത്ത് ഹർ അംബ്രല്ല. അപ്പോൾ അവൾ കണ്ടു ഗ്രേസി ഇങ്ങനെ അവളുടെ കുടയൊക്കെ ചൂടി ഇങ്ങനെ പോകുന്നത് അവൾ കണ്ടു. The raindrops flowing down from Lily's hair blurred her eyes as they mixed with her tears. അപ്പോൾ ലില്ലിയുടെ തലമുടി കൂടെ ഒഴുകി വന്ന മഴത്തുള്ളികളും അവളുടെ കണ്ണുനീരും കൂടി ചേർന്ന് അവളുടെ കാഴ്ചയെ മറച്ചു. The bitter cold made her shiver and her teeth started to chatter. അത്രയ്ക്കും മഴയും തണുപ്പും കാരണം അവൾ വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഹർ ഡ്രസ് വാസ് നൗ കംപ്ലീറ്റ്ലി ഡ്രഞ്ച്ഡ് ഇൻ ദ റെയിൻ. ഇപ്പോൾ അവളുടെ ഡ്രസ്സ് മഴയിൽ മുഴുവൻ നനഞ്ഞിരുന്നു. ഷീ പ്ലേസ്ഡ് എ സ്ലേറ്റ് ആൻഡ് ബുക്സ് ഓൺ ദ ഫ്ലോർ. അവൾ അവളുടെ സ്ലേറ്റും പുസ്തകങ്ങളും തറയിലേക്ക് വെച്ചു. ഷീ സ്ക്വീസ്ഡ് ദ എഡ്ജസ് ഓഫ് ഹർ സ്കേർട്ട് ടു റിങ് വാട്ടർ ഫ്രം ഇറ്റ്. അവൾ അവളുടെ പാവാടയുടെ തുമ്പെടുത്ത് പിഴിഞ്ഞ് വെള്ളം കളയാൻ ശ്രമിച്ചു. ഇറ്റ് വാസ് വെരി ഓൾഡ് സ്കേർട്ട്, ദ ഒൺലി വൺ ഷീ ഹാഡ്. അതൊരുപാട് പഴയ ഒരു പാവാടയായിരുന്നു. അത് അവൾക്ക് ആകെയുള്ളൊരു പാവാടയും അത് മാത്രമായിരുന്നു. അറ്റ് ഹോം ഷീ ഓൾവേസ് ഹാഡ് ടു ചേഞ്ച് ഇൻ ടു എ ബാത്ത് ടവൽ. വീട്ടിൽ ചെന്നാൽ അവൾക്ക് വേറെ പാവാടയൊന്നുമില്ല. അവളപ്പോൾ ഒരു ബാത്ത് ടവലാണ് ഉടുത്തിരുന്നത്. കണ്ടോ പാവം മഴയത്ത് നനഞ്ഞ് കുതിർന്ന് നിൽക്കുന്ന ലില്ലിയെ. ലോസ്റ്റ് ചൈൽഡ്ഹുഡ്, നഷ്ടപ്പെട്ട ബാല്യകാലം. ലില്ലി ആൻഡ് ഹർ ബ്രദർ ബേബി ഹാഡ് ലോസ്റ്റ് ബോത്ത് ദെയർ പേരൻസ്. ലില്ലിയും അവളുടെ സഹോദരൻ ബേബി അച്ഛനമ്മമാരില്ലായിരുന്നു. Their father died 3 years ago and their mother about a year ago. അവരുടെ അച്ഛൻ ഒരു 3 വർഷം മുമ്പ് മരിച്ചിരുന്നു, അമ്മ ഏകദേശം 1 വർഷം മുമ്പും. They now lived with their aunt, their mother's elder sister. ഇപ്പോൾ അവരുടെ ആൻറ്റിയുടെ കൂടെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ അമ്മയുടെ മൂത്ത ചേച്ചിയുടെ കൂടെ. The fat, dark aunt with a flat nose was a 50-year-old widow. വളരെ തടിച്ച് കറുത്തിരുന്ന ആൻറ്റി ഒരു പതിഞ്ഞ മൂക്കുള്ളൊരു സ്ത്രീയായിരുന്നു. അവർ 50 വയസ്സിനോട് അടുപ്പിച്ച് പ്രായമുള്ള വിധവയായ സ്ത്രീയായിരുന്നു അവർ. ഷീ ഹാഡ് എ സൺ ഇൻ ദ ആർമി ഹു സെൻഡ് ഹർ 20 rupees എവ്രി മന്ത്. അവരുടെ മകന് ആർമിയിലായിരുന്നു. അവൻ എല്ലാ മാസവും ഒരു 20 രൂപ ഇവർക്ക് ചിലവിനായിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു. ഷീ വാസ് നോൺ ടു ബി എ ടൈറ്റ് ഫെസ്റ്റഡ് വുമൻ. ഒരു ടൈറ്റ് ഫെസ്റ്റഡ് വുമൻ, അതായത് അവർ ഭയങ്കര പിശുക്കിയായ ഒരു സ്ത്രീയായിരുന്നു. ഷീ ഹാഡ് നോ ലാൻഡ് ഫോർ ഹർ ഓൺ. അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമൊന്നുമില്ല. ഷീ lived in a hut on a plot owned by the പൂമംഗലം ഫാമിലി for whom she worked as a maid. അവർ താമസിച്ചിരുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഗ്രേസി, പൂമംഗലം കുടുംബത്തെ ഗ്രേസി. ആ പൂമംഗലക്കാർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരിയാണ് ഇവരുടെ ആൻറ്റി. അപ്പോൾ അവരുടെ പൂമംഗലംകാരുടെ സ്ഥലത്ത് ഒരു ചെറിയ കുടിൽ കെട്ടിയാണ് ഈ ആൻറ്റി അവിടെയാണ് താമസിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ ലില്ലിയും ബേബിയും താമസിക്കുന്നത്. The money sent by her son was deposited in a private bank. അവരുടെ മകൻ അയക്കുന്ന കാശ് അവരടുത്തുള്ള ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിക്ഷേപിക്കും. ബട്ട് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് ദ ബാങ്ക് കൊളാപ്സ്ഡ്. പക്ഷെ കുറച്ച് നാൾ ഇവരിങ്ങനെ കാശിട്ടതിന് ശേഷം ആ ബാങ്ക് എന്തുപറ്റി? ബാങ്ക് മൊത്തത്തിൽ പൂട്ടിപ്പോയി. The loss of money was unbearable to her and she started showing signs of insanity. ആ പണം അങ്ങനെ നഷ്ടപ്പെട്ടത് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അവരതിനുള്ള ദേഷ്യവും ഇതുമെല്ലാം ഈ കുട്ടികളോട് കാണിക്കാൻ തുടങ്ങി. ഷീ ടുക്ക് ഔട്ട് ഓൾ ഹർ ആങ്കർ ഓൺ ഹർ നീസ് ലില്ലി. അവരുടെ എല്ലാ ദേഷ്യവും അവർ തീർത്തിരുന്നത് ലില്ലിയുടെ പുറത്തായിരുന്നു. ഷീ ബിഹേവ്ഡ് ലൈക്ക് എ ഡെവിൽ ടു ഹർ നീസ് ആൻഡ് നെവ്യൂ ആൻഡ് ഓഫൻ ബീറ്റ് ദം അപ്പ്. അവർ ലിറ്ററലി ഒരു രാക്ഷസിയെ പോലെ ഈ കുട്ടികളെ രണ്ടുപേരെയും ഉപദ്രവിച്ചിരുന്നു. ഷീ ഹേറ്റഡ് ദ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ. ഷീ ഓർഡർഡ് ദം ടു ഡ്രോ വാട്ടർ ഫ്രം ദ വെൽ, വാഷ് ക്ലോത്ത്സ് ആൻഡ് ഡു ഓൾ ദ കുക്കിംഗ്. അവർക്ക് ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഇഷ്ടമല്ലായിരുന്നു. അവർ കുട്ടികളോട് പറയും, നിങ്ങൾ പോയി വെള്ളം കോരിക്കൊണ്ട് വരണം, കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വരണം, പാത്രം കഴുകാനും വസ്ത്രങ്ങൾ കഴുകാനും ഫുഡ് കുക്ക് ചെയ്യാനും ഒക്കെ ഈ കുട്ടികളെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ബേബി വാസ് 11-year-old ആൻഡ് വാസ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 4. ബേബിക്ക് 11 വയസ്സുണ്ട്, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ലില്ലി 3 years യങ്ങർ വാസ് ഇൻ ക്ലാസ് 2. ലില്ലി ബേബിയെക്കാളും 3 വയസ്സിന് ഇളയതാണ്. അവൾ 2ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ദേ വേ പെർഹാപ്സ് ദ പുവറസ്റ്റ് ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ. അവരുടെ സ്കൂളിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികളായിരുന്നു ലില്ലിയും ബേബിയും. ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ മുറിവ്, അല്ലെങ്കിൽ ചതഞ്ഞ് കിടക്കുമ്പം നമ്മൾ ഈ ചോര ചത്ത് കിടക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ, അതാണ് ബ്രൂയിസ്. Lily sighed as the second bell rang at school. The rain showed no sign of stopping or slowing down. The cold wind was still blowing.
ലിലി അപ്പോൾ ആ കടയുടെ വരാന്തയിൽ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സ്കൂളിലെ സെക്കൻഡ് ബെല്ലടിക്കുന്ന അവൾ കേട്ടു. അപ്പോൾ റെയിൻ എന്തായാലും മഴ എന്തായാലും തോരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ഇപ്പോഴും ആ തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഫ് ഷീ വാസ് ലേറ്റ് ഫോർ ദ ക്ലാസ്സസ് ഹർ ടീച്ചർ വുഡ് സ്കോൾഡ് ഹർ. At times, she would beat her too. Lily started running to school. The rain drenched her clothes again. ഇനി അവൾ സ്കൂളിലേക്ക് വരാൻ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ അവളുടെ ടീച്ചർ അവളെ വഴക്ക് പറയും. ചിലപ്പോൾ അവളെ അടിക്കുകയും കൂടെ ചെയ്തേക്കാം. അതോർത്തിട്ട് ലില്ലി സ്കൂളിലേക്ക് ഓടാൻ തുടങ്ങി. അപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴയിലാകെ നനഞ്ഞു കുളിച്ചാണ് ലില്ലി ഓടുന്നത്. She held her books and slate close to her chest. Suddenly she slipped and fell on the road. അവളുടെ പുസ്തകവും സ്ലേറ്റും അവളുടെ നെഞ്ചോട് അടുക്കി പിടിച്ചിരുന്നു. പെട്ടെന്ന് അവൾ റോഡിൽ തെന്നി മറിഞ്ഞു വീണു. Her skirt was soiled and got torn. അവളുടെ സ്കേർട്ട് ആകെ മണ്ണിനകത്ത് നനഞ്ഞ് കുതിർന്ന് കീറിപ്പോയി. Her knees were bruised and blood oozed out of it. അപ്പോൾ അവളുടെ മുട്ട് ഒരഞ്ഞിട്ട് അതിൽ കൂടെ ചോര വരാൻ തുടങ്ങി. Still she felt no pain. എന്നിട്ടും അവൾക്ക് വേദനയൊന്നും തോന്നിയില്ല. A page of her book was torn. Her slate was broken as well. She stood in the rain and cried bitterly. പക്ഷേ അവളുടെ ബുക്കിൻ്റെ ഒരു പേജും കീറിപ്പോയിരുന്നു. അവളുടെ സ്ലേറ്റും പൊട്ടിപ്പോയി. അപ്പോൾ അവൾ ആ മഴയത്ത് നിന്ന് ഒരുപാട് ഉറക്കെ കരഞ്ഞു. When she reached school, some children began laughing at her. അവളങ്ങനെ ഓടി സ്കൂളിലെത്തി. പക്ഷെ അവളെ കണ്ടപ്പോൾ തന്നെ ചില കുട്ടികൾ ചിരിക്കാൻ തുടങ്ങി. ദ ടീച്ചർ ബാങ്ക്ഡ് ദ കെയിൻ ഓൺ ദ ടേബിൾ ആൻഡ് എവ്രിബഡി ബിക്കം സൈലൻറ്റ്. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് ചൂരലെടുത്ത് ടേബിളിൽ അടിച്ചു. അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും കുട്ടികളൊക്കെ നിശബ്ദരായി. ദ ടീച്ചർ ഗ്ലെയർഡ് അറ്റ് ലില്ലി. വൈ ഡിഡ് യു കം ഡ്രഞ്ച്ഡ് ഇൻ റെയിൻ? ദ ടീച്ചർ അവളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ മഴ നനഞ്ഞ് വന്നത്? ഡോണ്ട് യു ഹാവ് എൻ അംബ്രേല? നിനക്കൊരു കുടയില്ലേ? നോ ടീച്ചർ, സെറ്റ് ലില്ലി വൈപ്പിംഗ് ഹർ ടിയേഴ്സ് വിത്ത് ഹർ ഹാൻഡ്. ഇല്ല ടീച്ചറെ എന്നും പറഞ്ഞ് അവളുടെ കൈകൊണ്ട് അവളുടെ കണ്ണുനീര് തുടച്ചു. ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ വരാന്ത. യു വിൽ ഡേർട്ടി ദ ക്ലാസ് റൂം. ദ ടീച്ചർ പോയിൻറ്റഡ് ടു ദ വരാന്ത. അങ്ങനെയാണോ? എന്നാൽ നീ പോയി ആ വരാന്തയിൽ പോയി നിൽക്ക്. ഇവിടെ ക്ലാസ്സിലോട്ട് കയറിയാൽ അവിടെ മൊത്തം വെള്ളമാക്കും. നീ പോയി വെളിയിൽ പോയി നിൽക്ക് എന്നും പറഞ്ഞ് ടീച്ചർ വരാന്തയിലേക്ക് കൈ ചൂണ്ടി. ലില്ലി സോ ഗ്രേസി ഗിഗ്ലിങ്. അപ്പോൾ ലില്ലി കണ്ടു ഗ്രേസി അവിടെ ഇരുന്ന് കളിയാക്കി ഇങ്ങനെ ചിരിക്കുന്നു അവളെ. Her heart sank. The rain had stopped, but tears still rolled out of her cheeks. അപ്പോൾ അവൾക്കത് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. മഴ തോർന്നു, പക്ഷേ എന്നിട്ടും അവളുടെ കണ്ണുനീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.